ഓണം മലയാളികളുടെ മനസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമാണ്. ഒരു ഉത്സവം മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. പണ്ടത്തെ ഓണം ഓർത്തു നോക്കൂ. ഗ്രാമീണ വീടുകളുടെ മുന്നിൽ പൂക്കളങ്ങൾ വിരിഞ്ഞിരിക്കും. പാടങ്ങൾ വിളവിൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞിരുന്നു. കുടുംബം മുഴുവൻ ഒരുമിച്ച് പൂക്കളം നിർമ്മിക്കുകയും തിരുവാതിര കളിക്കുകയും ഓണക്കളികൾ പങ്കുചേരുകയും ചെയ്തിരുന്നു. അന്നത്തെ ഓണം സമൃദ്ധിയെയും കൂട്ടായ്മയെയും ഹൃദയത്തിലെ ശുദ്ധ സന്തോഷത്തെയും ആഘോഷിക്കുകയായിരുന്നു. കാലം മാറി. ഇന്നത്തെ ഓണം നഗരങ്ങളുടെ തിരക്കിലാണ്. ചിലർ വിദേശത്തു നിന്ന് വരികയും വരാൻ കഴിയാത്തവർ ഓൺലൈൻ വഴി ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഓണസദ്യ ഇന്നുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റുകളിലും ഓൺലൈൻ വഴിയുമാണ് നമുക്ക് കിട്ടുന്നത്. ഓണത്തിൻ്റെ ആത്മാവ് മാറിയിട്ടില്ല. സ്നേഹവും ഐക്യവും പങ്കിടലും തന്നെയാണ് ഇന്നും ഓണത്തിൻ്റെ സന്ദേശം. ഒരു വേളയിൽ നമ്മളെല്ലാവരും മഹാബലിയുടെ കാലത്തേക്ക് തിരിച്ചു പോകുന്നു. എല്ലാവരും തുല്യരും സമൃദ്ധിയും സന്തോഷവും പങ്കിടുന്ന ഒരു സമൂഹം. ഇന്ന് ഓണക്കാലത്തെ ആഘോഷിക്കുന്നത് പുതിയ രീതിയിലാണെങ്കിലും ആ പഴയ ചൂടും സ്നേഹവും നമ്മളിൽ ജീവിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷപൂർവ്വം ഒരു നല്ല ഓണം ആദ്യമേ ആശംസിക്കുകയാണ്. ഉത്താറപ്പാച്ചിലാണ് എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളി എവിടെയെല്ലാം ഉണ്ടോ, മലയാള ഭാഷ എവിടെയെല്ലാം ഉണ്ടോ, അവിടെയെല്ലാം ഓണമുണ്ട്. ഓണം സത്യത്തിൽ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ജാതിമത ചിന്തകളോ വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഐതിഹ്യം അവിടെ നിൽക്കട്ടെ. സത്യമായും ഓണം ഒരു കാർഷിക ഉത്സവമാണ്. നമുക്ക് ഇന്ന് എല്ലാം പണം കൊടുത്താൽ കിട്ടുന്ന ഒരു കാലത്താണ്. ഇന്നത്തെ ഓണവും അങ്ങനെയായി മാറിയിട്ടുണ്ട്. എന്നാൽ ഓണത്തിൻ്റെ തുടക്കം കർക്കിടകത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം, പട്ടിണി, പണിയില്ലാത്ത അവസ്ഥ, മഴക്കെടുതികൾ ഇതെല്ലാം കഴിഞ്ഞ് ഓണത്തിൻ്റെ ചിങ്ങവെയിൽ പരക്കുമ്പോൾ കർഷകനുണ്ടാകുന്ന സന്തോഷം കൃഷിയുടെ ഉത്സവമായി അവർ ആഘോഷിച്ചു. നമ്മുടെ അച്ചാച്ചന്മാർ, നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്നതും വർഷത്തിൽ ഒരിക്കലെങ്കിലും പുതിയ വസ്ത്രം ധരിച്ചിരുന്നതും പപ്പടവും പായസവും എല്ലാം കൂട്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നിച്ച് കഴിച്ചതും നാടൻ കളികൾ കളിച്ചിരുന്നതും ഒക്കെ ഓണക്കാലത്തായിരുന്നു. ഈ ഓണം സത്യത്തിൽ നമ്മുടെ ഒരു ആഘോഷം മാത്രമല്ല, നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സാംസ്കാരികമായ എല്ലാ മേഖലകളിലും ഓണത്തിൻ്റെ ഒരു കൈവെപ്പ് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് നമുക്ക് ഭാഷ എടുക്കുക. മലയാള ഭാഷയിൽ ഏറ്റവും അധികം ഗാനങ്ങളും നാടകഗാനങ്ങളും അതുപോലെ നാടൻ പാട്ടുകൾ, മറ്റ് കലാരൂപങ്ങൾ, നമ്മുടെ ഭാഷയിലെ ശൈലികൾ, പ്രയോഗങ്ങൾ ഇതെല്ലാം ഓണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലേക്കൊന്നും ആ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പുതിയ കാലത്ത് ഓണം നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ കേരള തനിമ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇന്ന് നമ്മൾ പാടുമെങ്കിലും പല വേലിക്കെട്ടുകളിലേക്ക് നമ്മൾ എന്തുകൊണ്ടോ ചുരുങ്ങി വരികയാണ്. ടാഗോറിൻ്റെ പ്രശസ്തമായ ഒരു വരിയുണ്ട്: എവിടെ ശിരസുന്നതവും മനസ്സ് നിർഭയവുമായിരിക്കുന്നുവോ, എവിടെ ഹൃദയങ്ങൾ സ്വാർത്ഥതയുടെ വേൽക്കെട്ടുകളാൽ വേർതിരിക്കപ്പെടാതിരിക്കുന്നുവോ, ആ മനോഹരമായ സ്വർഗത്തിലേക്ക് അല്ലയോ ഈശ്വര എൻ്റെ രാജ്യത്തെ അവിടെ നയിക്കണമേ. ഓണം നമുക്ക് നൽകുന്നത് നഷ്ടപ്രതീക്ഷകൾ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു സ്വപ്നമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്കുണ്ടാവേണ്ട, അല്ലെങ്കിൽ ഒരിക്കലുണ്ടായിരുന്നതും ഇനി ഉണ്ടാവേണ്ടതുമായ മഹിതമായ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മയാണ് ഓണം. അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോ നാട്ടിലും ഓണം ആഘോഷിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിന് തുടക്കം കുറിച്ച നമുക്ക് പേരറിയാത്ത നമ്മുടെ പൂർവികന്മാരോടൊക്കെ ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഓണമുണ്ടാവട്ടെ. അടുത്ത ഓണം വരെ ഈ ഓണപ്പൂക്കൾ വാടാതിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയമായ ഓണാശംസകൾ. താങ്ക് യു.